+2 പഠന പരമ്പരയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോപ്പുലേഷൻ ഇൻ്ററാക്ഷൻസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ പ്രിഡേഷൻ എന്ന ഇൻ്ററാക്ഷനാണ് പഠിച്ചു നിർത്തിയത്. ദെൻ നെക്സ്റ്റ് ഇൻ്ററാക്ഷൻ കോമ്പറ്റീഷൻ. എന്താണ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ? മത്സരമാണ്. പ്രകൃതിയിൽ ജീവജാലങ്ങൾ തമ്മിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസോഴ്സസിന് വേണ്ടിയുള്ള മത്സരങ്ങളാണ്. Competition is best defined as the survival of അല്ലെങ്കിൽ the fitness of one species is largely decreased in the presence of another species. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പീഷീസിൻ്റെ സാന്നിധ്യം കൊണ്ട് മറ്റൊരു സ്പീഷീസിൻ്റെ ജീവിത നിലവാരങ്ങൾക്ക്, ജീവിത അവസ്ഥകൾക്ക് ഭീഷണി ഉണ്ടായാൽ, ചലഞ്ച് ചെയ്യപ്പെട്ടാൽ അതിനെയാണ് കോമ്പറ്റീഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയാവാം ഈ കോമ്പറ്റീഷൻ? നിങ്ങൾ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള യുദ്ധങ്ങളെല്ലാം, അത് രാമരാവണ യുദ്ധമായാലും മഹാഭാരത യുദ്ധമായാലും കുവൈറ്റ് ഇറാഖ് യുദ്ധമായാലും നമ്മളിങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ യുദ്ധങ്ങളും കോമ്പറ്റീഷൻസാണ്. അപ്പോൾ കോമ്പറ്റീഷൻ എന്ന ഇൻ്ററാക്ഷൻ്റെ പ്രത്യേകത എന്താണ്? ആ ഇൻ്ററാക്ഷൻ നമ്മുടെ ടേബിളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, രണ്ട് സ്പീഷീസിനും നെഗറ്റീവ് സിമ്പലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ബോത്ത് ദ സ്പീഷീസ് ആർ അഫക്റ്റഡ്. രണ്ടിനും ഹാംഫുൾ ആണ് ഇൻ്ററാക്ഷൻ. യുദ്ധങ്ങൾ നമുക്കറിയാമല്ലോ, ഏകപക്ഷീയമായി ഒരു പക്ഷവും വിജയിക്കുന്നില്ല, രണ്ടു പക്ഷത്തിനും നാശമുണ്ടാവുകയാണ്. അപ്പോൾ എന്തിനാണ് ഈ കിടമത്സരം ഉണ്ടാകുന്നത്? അത് പ്രധാനമായും ഒന്നുകിൽ ഹാബിറ്റാറ്റിന് വേണ്ടിയാവാം, ആവാസത്തിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ ഫുഡിന്, ഭക്ഷണത്തിന് വേണ്ടിയാകാം, റീപ്രൊഡക്ഷന്, പ്രത്യുൽപാദനപരമായ മത്സരമാകാം. ഈ കോമ്പറ്റീഷനെ പ്രധാനമായി രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിക്കാം. ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ എന്നും ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷൻ എന്നും. അപ്പോൾ രണ്ട് വ്യത്യസ്തമായ സ്പീഷീസുകളാണെങ്കിൽ, ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് പോലെ ഒരു ഇരയ്ക്ക് വേണ്ടി രണ്ട് മൃഗങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ, നിങ്ങൾ വീട്ടിൽ പുറത്തു കൊണ്ടുവന്ന് മീൻ ക്ലീൻ ചെയ്യുമ്പോൾ, മീൻ കട്ട് ചെയ്ത് വൃത്തിയാക്കുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റിന് വേണ്ടി അവിടെ ഒരുപക്ഷെ പട്ടിയും കാക്കയും പൂച്ചയും കോഴിയും ഒക്കെ പരസ്പരം മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ കോമ്പറ്റീഷൻ ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷനാണ്. അതേസമയത്ത് ഒരു സ്പീഷീസിനുള്ളിൽ തന്നെയാണ് മത്സരമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേര്, ഒരു വേക്കൻസി ഉണ്ട്, ആ വേക്കൻസിക്ക് രണ്ടുപേരും മത്സരിക്കുകയാണ്, രണ്ട് കുട്ടികൾ മത്സരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇരയ്ക്ക് വേണ്ടി രണ്ട് പൂച്ചകൾ തമ്മിൽ മത്സരിക്കുകയാണെങ്കിൽ അത് ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷൻ എന്നാണ് പറയുന്നത്. ഇതിൽ ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷൻ ആയിരിക്കും കൂടുതൽ തീവ്രമായ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. കാരണം ഈ രണ്ട് സ്പീഷീസിൻ്റെയും എല്ലാ ടേസ്റ്റുകളും സിമിലർ ആയതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടുതൽ ഇൻറ്റൻസ് കോമ്പറ്റീഷനായി അത് മാറുന്നു. അതേസമയത്ത് ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ, ഒരു പൂച്ചയും കാക്കയും തമ്മിൽ ആ സ്പോട്ടിൽ മത്സരിക്കുന്നു എങ്കിൽ പോലും പൂച്ചയുടെ ആവാസമല്ല കാക്കയുടെ ആവാസം, അത് ആവാസത്തിൻ്റെ കാര്യത്തിൽ അവ തമ്മിൽ മത്സരമില്ല. അതേസമയത്ത് രണ്ട് പൂച്ചകൾ തമ്മിലാണെങ്കിൽ അതിൻ്റെ ആവാസത്തെ സംബന്ധിച്ച് മത്സരം സെയിം ആയിരിക്കും, അതിൻ്റെ ഫുഡ് ടേസ്റ്റുകൾ സെയിം ആയിരിക്കും, റീപ്രൊഡക്ഷൻ്റെ കാര്യത്തിലും ഇണയ്ക്ക് വേണ്ടിയുള്ള മത്സരവും അവ തമ്മിലുണ്ടാകും. പൂച്ചയും കാക്കയും തമ്മിൽ ഇണയ്ക്ക് വേണ്ടി മത്സരം ഉണ്ടാകാറില്ല. അപ്പോൾ അതാണ് ഇൻട്രാ സ്പെസിഫിക്കും ഇൻ്റർ സ്പെസിഫിക്കും കോമ്പറ്റീഷൻ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ടുള്ള ചില ടേംസ് നമ്മളിവിടെ കാണുന്നത് ഇൻ്റർഫറൻസ് കോമ്പറ്റീഷൻ. വാട്ട് ഈസ് ഇൻ്റർഫറൻസ് കോമ്പറ്റീഷൻ? ഒരുപക്ഷേ ഒരാവാസത്തിൽ റിസോഴ്സ് വളരെ കൂടുതലുണ്ട് എങ്കിലും, സ്പേസ് ആവശ്യത്തിനുണ്ട് എങ്കിലും, രണ്ട് സ്പീഷീസുകൾ തമ്മിൽ, അല്ലെങ്കിൽ ഒരു സ്പീഷീസിൻ്റെ പ്രസൻസ് മറ്റൊരു സ്പീഷീസിനെ അഫക്റ്റ് ചെയ്തേക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള പ്രിഡേറ്റർ, ധാരാളം ഇരയുള്ള ഒരു പ്രദേശത്ത് പോലും ഒരു സിംഹം, ആ സിംഹം എന്ന ഡോമിനേറ്റിംഗ് പ്രിഡേറ്ററിൻ്റെ പ്രസൻസിൽ ആ ഇര തേടാൻ മറ്റ് സ്പീഷീസുകൾ, ചെറിയ പ്രിഡേറ്റേഴ്സ്, കുറുക്കനും അങ്ങനെയുള്ള ചെറിയ പ്രിഡേറ്റേഴ്സ് ഭയപ്പെടുന്നുണ്ട് എങ്കിൽ, ദാറ്റ് മീൻസ് മറ്റ് സ്പീഷീസുകളെ, മറ്റ് പ്രിഡേറ്റേഴ്സിനെ ഈ ഡോമിനൻ്റ് പ്രിഡേറ്റർ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻ്റർഫറൻസ് കോമ്പറ്റീഷൻ എന്ന് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ്റെ ഒരു പ്രത്യേകത, അത് ഇപ്പോൾ ഒരു ഹാബിറ്റാറ്റിലേക്ക്, നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഗാലപ്പഗോസ് ഐലൻഡിലുള്ള ഒരു പ്രത്യേകതരം ടോർട്ടോയിസ്, ആ ടോർട്ടോയിസിനെ കാണപ്പെടുന്ന അബിങ്ടൺ ടോർട്ടോയിസ്, ഈ ടോർട്ടോയിസിൻ്റെ എക്സ്റ്റിങ്ഷന് കാരണമായി അവിടേക്ക് എത്തിപ്പെട്ട ആടുകൾ, ഗോഡ്സ്. കാരണം ഈ ടോർട്ടോയിസ് അവിടെ ഗ്രേസിംഗ് ആയിരുന്നു, മീൻസ്
പുല്ല് തിന്ന് ജീവിച്ചുകൊണ്ടിരുന്ന ഈ ടോർട്ടോയ്സ് അതിനേക്കാൾ ഗ്രേസിംഗ് പവർ കൂടുതലുള്ള ആടുകളുടെ പ്രസൻസിൽ അതിനെ ഇരതേടാൻ പറ്റാതെയായി അവിടെ നിന്ന് ഈ ടോർട്ടോയ്സ് ഇല്ലാതായി പോകുന്നത് നമ്മുടെ പുസ്തകം പറയുന്നുണ്ട് കോമ്പറ്റീഷൻ്റെ ഭാഗമായി. ഇന്റർസ്പെസിഫിക് കോമ്പറ്റീഷൻ്റെ മറ്റൊരു എക്സാമ്പിളായി പുസ്തകം പറയുന്നു സൗത്ത് അമേരിക്കൻ ലേക്കിലുള്ള സൂപ്ലാങ്ക്ടന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്ന റെസിഡന്റ് ഫിഷസും ഫ്ലെമിംഗോസും. അപ്പോൾ വ്യത്യസ്തമായ 2 സ്പീഷീസ് ആ കുളത്തിലുള്ള സൂപ്ലാങ്ക്ടനെ ഇര തേടുമ്പോൾ അത് അവ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളൊരു എക്സാമ്പിൾ കോമ്പറ്റീഷൻ എക്സാമ്പിളായി നമ്മുടെ പുസ്തകം പറയുന്നുണ്ട്. ദെൻ കോമ്പറ്റീഷൻ്റെ ഭാഗമായി പുസ്തകത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു ടെക്നിക്കൽ ടേമാണ് കോമ്പറ്റീറ്റീവ് റിലീസ്. എന്താണ് കോമ്പറ്റീറ്റീവ് റിലീസ് എന്ന് പറഞ്ഞാൽ? അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ആവാസത്തിൽ 2 പ്രിഡേറ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു സിംഹവുമുണ്ട്, ഒരു ചെറിയ കുറുക്കനും ഉണ്ടെന്നിരിക്കട്ടെ. നമുക്കറിയാം ഇവിടെ സിംഹം അല്ലെങ്കിൽ കടുവ ഇതൊക്കെ ഡോമിനൻ്റ് പ്രിഡേറ്ററാണ്. കുറുക്കനെ പോലുള്ള ചെറിയ ജീവികൾ കുറച്ചും കൂടെ ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു പ്രിഡേറ്ററാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറുക്കനും അവിടെ നിന്ന് തന്നെ ഇര തേടണം ആസ് എ പ്രിഡേറ്റർ, ഈ സിംഹവും ഇര തേടും. അപ്പോൾ കുറുക്കൻ ഒരുപക്ഷെ സിംഹത്തിൻ്റെ മുമ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അതവിടെ പ്രേയായി മാറും. അപ്പോൾ സ്വാഭാവികമായ കുറുക്കൻ എന്ത് ചെയ്യും? ഏതെങ്കിലും മാളത്തിൽ തങ്ങിക്കൊണ്ട് ചില പ്രത്യേക സമയങ്ങളിൽ, സന്ധ്യാസമയത്തോ അങ്ങനെ എപ്പോഴെങ്കിലും പ്രത്യേക സമയങ്ങളിൽ ആ മാളത്തിന് പുറത്തേക്ക് വന്നിട്ട് അതിൻ്റെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സിലൊക്കെ ചുറ്റുപാടുകളിൽ ഓടി നടന്ന് ചെറിയ മുയലിനെയോ എലിയോ അങ്ങനെയുള്ള ജീവികളെ ആഹാരമാക്കും. ഒരുപാട് ദൂരേക്ക് അത് പോയില്ല. കാരണം ഒരുപാട് ദൂരേക്ക് പോയാൽ ഈ ഡോമിനൻ്റ് പ്രിഡേറ്ററായ സിംഹത്തിൻ്റെ മുമ്പിൽ പെട്ടുപോകുവാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഇര തേടുന്ന ആവാസം അല്ലെങ്കിൽ അതിൻ്റെ വ്യവഹാര മേഖല അതൊന്ന് പരിമിതപ്പെടുത്തും. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഈ ഡോമിനൻ്റ് പ്രിഡേറ്റർ, നമ്മുടെ എക്സാമ്പിളിലെ സിംഹം, അവിടെ നിന്ന് ഇല്ലാതായി പോയാൽ, അത് നശിച്ചു പോയാൽ, ചത്തുപോവുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് പ്രദേശം ഉപേക്ഷിച്ചു പോവുകയോ ചെയ്താൽ സ്വാഭാവികമായും ഈ കുറുക്കൻ എന്ന ഇൻഫീരിയർ പ്രിഡേറ്റർ എന്തു ചെയ്യും? അവൻ്റെ വ്യവഹാര രംഗം ഒന്ന് വ്യാപിപ്പിക്കും. സോ ദിസ് റിലീസ് ഈസ് കാൾഡ് കോമ്പറ്റീറ്റീവ് റിലീസ്. പുസ്തകത്തിൽ കോമ്പറ്റീറ്റീവ് റിലീസ് എന്ന ടേം നിങ്ങൾ കാണാം. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളുമായി കൂട്ടി വായിക്കുമ്പോൾ എന്താണ് കോമ്പറ്റീറ്റീവ് റിലീസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇനി പുസ്തകത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ മറ്റൊരു കേസ് പറയുന്നുണ്ട്. ഈ ബർണാക്കിൾസിൻ്റെ നിങ്ങൾക്കറിയാം, ക്രാബിൻ്റെയും കൊഞ്ചിൻ്റെയും ഒക്കെ വർക്കത്തിൽ ആർത്രോപോഡയിൽ വരുന്ന ഒരു ചെറിയ ജീവിയാണ് ബർണാക്കിൾസ്. ഒരു പ്രദേശത്ത് അധിവസിക്കുന്ന 2 ബർണാക്കിൾസ്, അതിൽ ലാർജ് ബർണാക്കിളിൻ്റെ പ്രസൻസിൽ, ബെലാനസ് എന്ന് പറയുന്ന ലാർജ് ബർണാക്കിളിൻ്റെ പ്രസൻസിൽ കാത്തേമാലസ് എന്ന് പറയുന്ന സ്മാൾ ബർണാക്കിൾ ആ പ്രദേശത്ത് നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നത്, എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്ന കോമ്പറ്റീഷൻ്റെ മറ്റൊരു എക്സാമ്പിൾ കൂടി നമ്മുടെ പുസ്തകം പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കോമ്പറ്റീഷൻ എന്ന ഇൻറ്ററാക്ഷൻസ് ജീവജാലങ്ങളെ എങ്ങനെ നെഗറ്റീവായി ബാധിക്കുന്നു എന്നതിൻ്റെ എക്സാമ്പിൾസാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഗോസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗോസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. എന്താണ് ഈ ഗോസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്? ഗോസ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. തിരിഞ്ഞു പോരുത്, നിങ്ങൾ കെമിസ്ട്രി പഠിച്ച പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അല്ല. ഗോസ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് 2 closely related species competing for the same resources cannot coexist indefinitely, and the competitively inferior one will be eliminated eventually. So this is the principle. പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം. എന്താ ഈ പ്രിൻസിപ്പിൾ പറയുന്നത്? ഗോസ് പറയുന്നത് 2 അല്ലെങ്കിൽ 2-ലേറെ സ്പീഷീസുകൾ ഒരേ വിഭവത്തിന് വേണ്ടി, ഒരേ റിസോഴ്സസിന് വേണ്ടി മത്സരിച്ചാൽ ഇതിൽ ഡോമിനൻ്റ് പ്രിഡേറ്ററിൻ്റെ പ്രസൻസിൽ ഗ്രാജുവലി മറ്റ് പ്രിഡേറ്റേഴ്സ് എല്ലാം ആ പ്രദേശത്ത് നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുമത്രേ. നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ? ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ ജീവിക്കുന്ന ഒരു ആവാസത്തിലേക്ക് വന്നാൽ മനുഷ്യനല്ലേ അവിടെ ഡോമിനൻ്റ് സ്പീഷീസ്? അങ്ങനൊരു ഡോമിനൻ്റ് സ്പീഷീസിൻ്റെ പ്രസൻസിൽ മറ്റെല്ലാ സ്പീഷീസുകളും ആ പ്രദേശത്ത് നിന്ന് ഇല്ലാതായി പോകുവാനാണെങ്കിൽ ഈ ഭൂമുഖത്ത് നിന്ന് ഒട്ടേറെ സ്പീഷീസുകൾ ഇല്ലാതായി പോയില്ലേ എന്നൊരു ചോദ്യമാണ് അവിടെ ഉദിക്കുന്നത്. അപ്പോൾ ഇത് ഗോസിൻ്റെ കൺസെപ്റ്റ് ആണെങ്കിൽ ഈ കൺസെപ്റ്റിനെ ഖണ്ഡിച്ചുകൊണ്ട് മാക്കാർദർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറയുന്നത് ഇതങ്ങനെ സംഭവിക്കില്ല. പിന്നെന്താ സംഭവിക്കുന്നത്? കോ എക്സിസ്റ്റൻസ് റാദർ ദാൻ എക്സ്ക്ലൂഷൻ. ദാറ്റ് ഈസ് ഹിസ് കൺസെപ്റ്റ്. അതെങ്ങനെയാ? ബൈ റിസോഴ്സ് ഷെയറിങ്. അദ്ദേഹം അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ 5 വാർബ്ലേഴ്സ് ലിവിങ് ഇൻ എ ട്രീ. വാർബ്ലേഴ്സ് എന്ന് പറഞ്ഞാൽ കുരുവി വർഗത്തിൽപ്പെടുന്ന വ്യത്യസ്തമായ 5 തരം വാർബ്ലേഴ്സ്
ലിവിങ് ഇൻ എ ട്രീ. ഗോസിന്റെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്ത് സംഭവിക്കണം? അവിടെ ഈ വ്യത്യസ്തമായ 5 ഇതിൽ ഒന്ന് ഡോമിനന്റ് ആണെങ്കിൽ ആ ഡോമിനന്റ് പ്രസൻസിൽ ബാക്കിയുള്ളവ ഇല്ലാതായി പോവുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ മാക്കാർദർ പറയുന്നത് അങ്ങനെയല്ല. ദേ കോ എക്സിസ്റ്റ്, സഹവർത്തിത്വ ജീവനമായിരിക്കും അവിടെ സംഭവിക്കുന്നത്. അതെങ്ങനെയാണ്? ബൈ റിസോഴ്സ് പാർട്ടീഷനിങ്. എന്താ ഈ റിസോഴ്സ് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ അതിൽ ഒരെണ്ണം ആ മരത്തിന്റെ തളിരില, നമുക്കറിയാമല്ലോ നമ്മുടെ കുയിൽ തിന്നുന്ന പോലെ തളിരിലയായിരിക്കും തിന്നുന്നത്. മറ്റൊന്ന് ചിലപ്പോൾ അതിലെ ഫ്രൂട്ടായിരിക്കും തിന്നുന്നത്. മറ്റൊന്ന് ചിലപ്പോൾ ആ പ്ലാന്റിൽ കാണപ്പെടുന്ന ഇൻസെക്ട്സിനെ ആയിരിക്കും ഭക്ഷിക്കുന്നത്. ഒന്ന് ചിലപ്പോൾ പകലിര തേടുമ്പോൾ മറ്റൊന്ന് രാത്രിയിലായിരിക്കും ഇര തേടുന്നത്. ദാറ്റ് മീൻസ് ഫോറേജിങ് പാറ്റേണിലും വേരിയേഷൻസ് സംഭവിക്കുന്നു. ഈ രീതിയിൽ അവയെല്ലാം ഒന്നും ഇല്ലാതാവുന്നില്ല, പകരം ദേ കോ എക്സിസ്റ്റ് ബൈ റിസോഴ്സ് പാർട്ടീഷനിങ്. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് മാക്കാർദർ. അപ്പോൾ മാക്കാർദറിന്റെ കൺസെപ്റ്റ് ഈസ് കോൺട്രഡിക്ടറി ടു ഗോസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സോ കോമ്പറ്റീഷൻ എന്ന ഇൻ്ററാക്ഷൻ്റെ പ്രത്യേകത, ടേബിളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ആ ടേബിളിൽ 3 കോളങ്ങളുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു കോളത്തിനകത്ത് ഇൻ്ററാക്ഷൻ്റെ പേരുണ്ട്. അടുത്ത 2 കോളങ്ങളിൽ സ്പീഷീസ് എയും സ്പീഷീസ് ബിയും കാണിച്ചിട്ട് അവിടെ സിമ്പിൾ 2 നെഗറ്റീവ് സിമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഈ ഇൻ്ററാക്ഷൻസ് ഇത്രയും പഠിച്ചു തീരുമ്പോഴേക്കും ആ ടേബിളിനുള്ളിൽ നമ്മൾ ഈ ഭാഗത്ത് ഇപ്പോൾ കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ എക്സാമ്പിൾസ് പഠിച്ചു. ബലാനസ്, കാറ്റമാലസിൻ്റെ എക്സാമ്പിൾ പഠിച്ചു, ബർണക്കിൾസ്. അതേപോലെ തന്നെ ഫ്ലമിംഗോസും ഫിഷസും തമ്മിലുള്ള കോമ്പറ്റീഷൻ്റെ എക്സാമ്പിൾ പഠിച്ചു. അതുപോലെ തന്നെ അബിൻഡൻ ടോർട്ടോയ്സും ഗോട്ടും തമ്മിലുള്ള എക്സാമ്പിൾ പഠിച്ചു. ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ് കൊണ്ടുപോയി ആ ടേബിളിൽ ഫിക്സ് ചെയ്യണം. അതാത് ഇൻ്ററാക്ഷനുകളുടെ എക്സാമ്പിൾ പുസ്തകം എന്തൊക്കെ പറയുന്നുണ്ടോ അതവിടെ ചേർത്തുകൊണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് 4മതൊരു കോളം കൂടി വരച്ച് ചേർത്തുകൊണ്ട് അതാത് ഇൻ്ററാക്ഷൻ്റെ എക്സാമ്പിൾസ് കൂടി അവിടെ ചേർക്കുമ്പോൾ പരീക്ഷയ്ക്ക് ഈ ടേബിൾ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് എന്തു വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. സോ ദാറ്റ് ഈസ് ആൾ അബൌട്ട് കോമ്പറ്റീഷൻ. ഓക്കെ, അടുത്ത ഇൻ്ററാക്ഷൻ പാരസൈറ്റിസമാണ്. സോ വാട്ട് ഈസ് പാരസൈറ്റിസം? ഇനി നമ്മൾ പഠിക്കുന്ന 3 ഇൻ്ററാക്ഷൻ, പാരസൈറ്റിസം, കമൻസലിസം ആൻഡ് മ്യൂച്വലിസം. ഈ 3 ഇൻ്ററാക്ഷനിൽ പെടുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കും പ്രാക്ടിക്കൽ എക്സാമിനേഷനിൽ നിങ്ങൾക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇവിടം തൊട്ടങ്ങോട്ട് പ്രാക്ടിക്കൽ എക്സാമിനേഷണൽ പോയിന്റ് ഓഫ് വ്യൂവിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇൻ്ററാക്ഷൻസ് ആണ്. സോ പാരസൈറ്റിസം, വാട്ട് ഈസ് പാരസൈറ്റിസം? പാരസൈറ്റിസം ഈസ് ആൻ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ പാരസൈറ്റ് ആൻഡ് ഹോസ്റ്റ്. അത് പ്ലാന്റ് ഹോസ്റ്റ് ആവാം, ആനിമൽ ഹോസ്റ്റ് ആവാം. അപ്പോൾ നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ തലയിൽ വളരുന്ന പേൻ, അതേപോലെ തന്നെ മനുഷ്യൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വളരപ്പെടുന്ന പല വിരകളും, അസ്കാരീസും ടേപ്പും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ബ്ലഡിൽ വളരുന്ന ബ്ലഡ് ഫ്ലൂക്ക് അല്ലെങ്കിൽ ലിവർ ഫ്ലൂക്ക്, ഇത്തരത്തിലുള്ള പാരസൈറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ പാരസൈറ്റ്സിനെ തന്നെ അവിടെ പ്രധാനമായും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എക്ടോ പാരസൈറ്റ് എന്നും എൻഡോ പാരസൈറ്റ് എന്നും. ഒരു ഹോസ്റ്റിൻ്റെ ബോഡിയുടെ പുറത്താണ് ജീവിക്കുന്നതെങ്കിൽ അതിന് എക്ടോ പാരസൈറ്റ്, പേൻ എക്ടോ പാരസൈറ്റിന് എക്സാമ്പിൾ ആണെങ്കിൽ, മൂട്ട എക്ടോ പാരസൈറ്റിന് എക്സാമ്പിൾ ആണെങ്കിൽ, നമ്മളീ പറഞ്ഞ വിരകളെല്ലാം എൻഡോ പാരസൈറ്റ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ പാരസൈറ്റിസം എന്ന ഇൻ്ററാക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ പാരസൈറ്റും ഹോസ്റ്റും തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷൻ ആണ് എങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ഇൻ്ററാക്ഷനിലേക്ക് വരുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് കോഎവല്യൂഷൻ. സോ വാട്ട് ഈസ് കോഎവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപക്ഷേ ഈ ഹോസ്റ്റ് എപ്പോഴും അതിന് ദോഷമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, നമുക്കറിയാം ഹോസ്റ്റിന് ആ ഇൻ്ററാക്ഷൻ നെഗറ്റീവാണ്, പാരസൈറ്റിന് ബെനഫിഷ്യൽ ആണെങ്കിൽ പോലും. അപ്പോൾ ഹോസ്റ്റ് എപ്പോഴും ആ പാരസൈറ്റിനെ എക്സ്ക്ലൂഡ് ചെയ്യുവാൻ, ഒഴിവാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള അഡാപ്റ്റേഷൻസ് ഒരുപക്ഷെ ഹോസ്റ്റിൽ ഡെവലപ്പ് ചെയ്യാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന മാവിനകത്ത് ലൊറാന്തസ് ഇത്തിൽ വളരാറുണ്ട്. എങ്ങനെയാണ് ഇത്തിൽ മാവിൽ വളരുന്നത്? ഇത്തിൽ നിങ്ങൾ കണ്ടാൽ അറിയാം, ഇത്തലിനകത്ത് പൂ പിടിക്കും, ഇത്തലിനകത്തൊരു കാ പിടിക്കും, ഫ്രൂട്ട് ഉണ്ടാകും. ആ ഫ്രൂട്ടിനകത്തുള്ള സീഡ് കാണും. ആ സീഡിന് നല്ല പശപ്പുള്ള സീഡാണ്, മ്യൂസിലാജിനസ്, വഴുവഴുപ്പുള്ളതും പശയുള്ളതുമാണ്. ഗം, അതിനകത്തുനിന്ന് റൂഡായിട്ട് പഴയകാലത്ത് ആളുകൾ അത് ഗമ്മായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു ആ ഫ്രൂട്ട്. അപ്പം ഈ ഫ്രൂട്ടിനകത്ത് ഫ്രൂട്ട് ഭക്ഷിക്കുന്ന പക്ഷികൾ അവയുടെ കൊക്കിൽ, ചുണ്ടിൽ ഇതിൻ്റെ സീഡ് പറ്റിയിരിക്കും. ഇത് മറ്റൊരു മരത്തിൽ വന്ന് എൻ്റെ കൊക്ക് ചുണ്ടുരസുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ കാലുകൾ മറ്റും പറ്റിപ്പിടിക്കുന്ന ഉരസുമ്പോൾ മറ്റൊരു മരത്തിൻ്റെ ബാർക്കിലേക്ക് ആ സീഡ് പറ്റുകയാണ് ചെയ്യുന്നത്. പിന്നീട് എന്ത് സംഭവിക്കും? ആ സീഡ് മുളച്ചൊരു പ്ലാന്റ് ഉണ്ടാകുമ്പോൾ, ലൊറാന്തസ് ഇത്തൽ പ്ലാന്റ് ഉണ്ടാകുമ്പോൾ, ഈ ഇത്തൽ പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൽ നിന്നും
ഒരു പ്രത്യേകതരം അഡ്വൻറ്റീഷ്യസ് റൂട്ട് ഫോം ചെയ്യും. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ആ റൂട്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ലായിരുന്നു. നെയിം ഓഫ് ദാറ്റ് റൂട്ട് ഈസ് ഹോസ്റ്റോറിയ എന്നാണ് ആ റൂട്ടിൻ്റെ പേര്, ഹോസ്റ്റോറിയ. ഈ ഹോസ്റ്റോറിയ എന്ന റൂട്ട് ഹൈലി മെക്കാനിക്കൽ ടിഷ്യൂസ് ഉള്ള റൂട്ടാണത്. എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റ് പ്ലാന്റിൻ്റെ മാവിൻ്റെ തടിക്കുള്ളിലേക്ക് തുളച്ചു കയറാൻ കഴിയുന്ന റൂട്ടാണത്. നിങ്ങൾ ഓർക്കണം, ഒരു മരത്തിനകത്ത് ഒരാണി അടിച്ചു കയറ്റണമെങ്കിൽ എന്തുമാത്രം പ്രഷർ നമ്മൾ അവിടെ കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഹോസ്റ്റ് പ്ലാന്റിൻ്റെ ബാർക്ക് തുളച്ചുകൊണ്ട് അതിൻ്റെ സ്റ്റെമ്മിനുള്ളിലേക്ക് അതെവിടേക്ക് തുളച്ചു കയറേണ്ടി വരും. അങ്ങ് സ്റ്റെമ്മിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഫുഡ് പാസ് ചെയ്ത് പോകുന്ന വാസ്കുലാർ ടിഷ്യൂസ്, സൈലം ഫ്ലോയം ഭാഗങ്ങളിൽ വരെ ഈ റൂട്ട് തുളച്ചു കയറണം. അങ്ങനെ തുളച്ചു കയറാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ട് ഈ ലൊറാന്തസ് എന്ന പാരസൈറ്റിന്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന മറ്റൊരു പാരസൈറ്റ് മൂടില്ലാത്താളി കസ്ക്യൂട്ട എന്ന് പറയുന്ന പാരസൈറ്റിന് ജീവിക്കാൻ പറ്റൂ. അപ്പോൾ ഒരുപക്ഷെ ഈ ലൊറാന്തസ് ഒരു മാവിലേക്ക് വന്ന് അതിൻ്റെ റൂട്ട് തുളച്ച് വളരാൻ ശ്രമിക്കുമ്പോൾ മാവ് ഒരു പുതിയ അഡാപ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യുകയാണ്. എങ്ങനെ? ഈ ഹോസ്റ്റോറിയ എന്ന റൂട്ടിനെ ഉണക്കിക്കളയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കെമിക്കൽ മാവ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. ദാറ്റ് മീൻസ് ആ രീതിയിൽ ഹോസ്റ്റ് ഇവോൾവ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഈ ഹോസ്റ്റിലേക്ക് ലൊറാന്തസിന് അതിൻ്റെ റൂട്ടിനെ കടത്തിവിട്ടുകൊണ്ട് അതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അതോടുകൂടി ആ ഇൻ്ററാക്ഷൻ ഇല്ലാതായി പോകും. അപ്പോൾ കോഎവല്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താ പറയുന്നത്? ഒരുപക്ഷേ മാവ് ഇങ്ങനെ ഇവോൾവ് ആയാൽ അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പാരസൈറ്റും ഇവോൾവ് ആവണം. അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്ന, ആ കെമിക്കലിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ പാരസൈറ്റും ഇവോൾവ് ആയില്ലേ എങ്കിൽ പാരസൈറ്റും ഹോസ്റ്റും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ ഇല്ലാതായി പോകും. സോ ദാറ്റ് കൺസെപ്റ്റ് ഈസ് കാൾഡ് കോഎവല്യൂഷൻ. അത് ഇവിടെയും പഠിക്കുന്നു. മ്യൂച്വലിസത്തിലായാലും മറ്റ് ഇൻ്ററാക്ഷനുകളിലൊക്കെ ഈ കോഎവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കാണാം. മ്യൂച്വലിസത്തിൻ്റെ ഭാഗമായി ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു പക്ഷി, ഗുരുവി പോലുള്ളൊരു പക്ഷിയെ നിങ്ങൾക്ക് കാണാം. ആ ഒരു പ്രത്യേക തരത്തിലുള്ള ഫ്ലവർ, ആ ഫ്ലവറിൻ്റെ കൊറോളയുടെ ഷേപ്പ് അനുസരിച്ച് അതിൻ്റെ ചുണ്ട് രൂപപ്പെടുന്ന കാണാം. മ്യൂച്വലിസം പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ കൊക്ക് കറക്റ്റ് ആ കൊറോളയ്ക്കകത്തുകൂടെ ഉള്ളിലേക്ക് പോയി തേൻ നുകരത്ത രീതിയിൽ അതിൻ്റെ കൊക്ക് എങ്ങനെയാണ്, അതിൻ്റെ ചുണ്ട് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. അപ്പോൾ ആ ഇൻ്ററാക്ഷനിൽ തന്നെ ഒരു കോഎവല്യൂഷൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് കൺസെപ്റ്റ് ഓഫ് കോഎവല്യൂഷൻ. നമുക്ക് വീണ്ടും പാരസൈറ്റിസത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം, പാരസൈറ്റും ഹോസ്റ്റും തമ്മിലുള്ള ഒരു പാരസ്പര്യത്തിലാണ് ഈ ഇൻ്ററാക്ഷൻ മുമ്പോട്ട് പോകുന്നതെങ്കിൽ, പാരസൈറ്റ് എപ്പോഴും ഹോസ്റ്റിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ, അതുകൊണ്ട് തന്നെ ആ പാരസൈറ്റിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പല അഡാപ്റ്റേഷൻസും രൂപപ്പെട്ടിട്ടുണ്ടാവാം. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ സ്പെഷ്യൽ അഡാപ്റ്റേഷൻസ് ഷോൺ ബൈ പാരസൈറ്റ്സ് ഇൻ ഓർഡർ ടു ബി സക്സസ്ഫുൾ വിത്ത് ദ ഹോസ്റ്റ്. ആ ഹോസ്റ്റുമായി ബന്ധപ്പെട്ട് സക്സസ്ഫുള്ളായി ജീവിക്കുന്നതിന് വേണ്ടി പാരസൈറ്റ്സിനകത്ത് രൂപപ്പെട്ടിരിക്കുന്ന സ്പെഷ്യൽ അഡാപ്റ്റേഷൻസ്, നമ്മുടെ പുസ്തകത്തിൽ കുറേ അഡാപ്റ്റേഷൻസിനെ പാരസൈറ്റിസം എന്ന ഹെഡിങ്ങിന് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പാരസൈറ്റ്സ് ഇവോൾവ് സ്പെഷ്യൽ അഡാപ്റ്റേഷൻസ് സച്ച് ആസ് ദ ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻസ് ആൻഡ് പ്രസൻസ് ഓഫ് അഡിസീവ് ഓർഗൻസ് ഓർ സക്കേഴ്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ലൊറാന്തസ് പ്ലാന്റിൻ്റെ ഹോസ്റ്റോറിയ ഹോസ്റ്റ് പ്ലാന്റിലേക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫ്രൂട്ടാണ്. അതല്ലെങ്കിൽ നിങ്ങൾ സുവോളജി പഠിക്കുന്ന ഹുക്ക് വേമും പിൻവേമും ടേപ്പ് വേം, ടേപ്പ് വേമിൻ്റെ ഒക്കെ ഡയഗ്രം നിങ്ങൾ പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട് റെക്കോർഡിൽ വരയ്ക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഹെഡിൽ, അതിൻ്റെ തലയിലുള്ള സക്കേഴ്സ്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങളവിടെ വരയ്ക്കുന്നതാണ്, പ്രത്യേക തരത്തിലുള്ള സ്ട്രക്ചേഴ്സ്. അപ്പോൾ അത്തരത്തിലുള്ള presence of adhesive organs or suckers to cling on the host. Then loss of digestive system. എന്താ ഇപ്പോൾ ബ്ലഡ് ഫ്ലൂക്ക് എന്ന് പറയുന്ന പാരസൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് നേരിട്ട് നമ്മുടെ ബ്ലഡിലാണ് വളരുന്നതെങ്കിൽ അതിന് ബ്ലഡിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഡൈജസ്റ്റഡ് ഫുഡാണ്, ന്യൂട്രിയൻ്റ് ആണ്, കണ്ടൻസ്ഡ് ആയി മാറിയ ന്യൂട്രിയൻസ് ആണ്. ആൾറെഡി നമ്മൾ ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ ന്യൂട്രിയൻസ് മാത്രമാണല്ലോ ബ്ലഡിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നീട് ആ പാരസൈറ്റിന് ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആവശ്യകതയില്ല. സോ ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ദെൻ ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. എന്താ, സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിൻ്റെ ശരീരത്തിനുള്ളിൽ ജീവിക്കുന്ന പാരസൈറ്റിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഹോസ്റ്റിൻ്റെ റെസിസ്റ്റൻസിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്റ്റ് ആ പാരസൈറ്റിനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രതിരോധത്തെ അതിജീവിച്ചുകൊണ്ട് അതിൻ്റെ വംശവർദ്ധനവ് തുടരണമെങ്കിൽ, ആ വംശം നിലനിൽക്കണമെങ്കിൽ ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടാവേണ്ടി വരും ആ പാരസൈറ്റിന്. ആൻഡ് പ്രസൻസ് ഓഫ് ആൾട്ടർനേറ്റ് ഹോസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്. അതും എക്സാമ്പിൾസ് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് മലേറിയൽ പാരസൈറ്റ് പ്ലാസ്മോഡിയം വൈവാക്സ്, സോളജി നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഈ പാരസൈറ്റ്
നമുക്ക് മലേറിയ ഉണ്ടാകുന്ന പാരസൈറ്റ് നമ്മളെ കൂടാതെ കൊതുകിൻ്റെ ശരീരത്ത് കൂടിയാണ് ജീവിക്കുന്നത്. അപ്പം ആ രീതിയിൽ പല പാരസൈറ്റ്സും ഒന്നിൽ കൂടുതൽ ഹോസ്റ്റ്, ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റിലൂടെ കടന്നു ഒരു ഹോസ്റ്റിൽ കണ്ടീഷൻസ് അഡ്വേഴ്സ് ആയാൽ വേറൊരു ഹോസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അതിൻ്റെ ലൈഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റും ഇത്തരത്തിൽ പാരസൈറ്റ്സ് കാണിക്കുന്ന അഡാപ്റ്റേഷൻസിൻ്റെ ഭാഗമാണ്. അപ്പോൾ നല്ല ഒരു 2 മാർക്ക് ക്വസ്റ്റ്യന് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. ഡിസ്കസ് ദ സ്പെഷ്യൽ അഡാപ്റ്റേഷൻസ് ഷോൺ ബൈ പാരസൈറ്റ്സ്. ഒരു 4-5 പോയിന്റുകൾ ഞാനിപ്പോൾ പറഞ്ഞത് മാർക്ക് ചെയ്ത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമ്മുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ പാരസൈറ്റിസവുമായി ബന്ധപ്പെട്ട് കാണിച്ചിരിക്കുന്ന ചില എക്സാമ്പിളിലേക്ക് കൂടി നമുക്ക് വരാം. ഉദാഹരണത്തിന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കസ്ക്യൂട്ട, മൂടില്ലാത്താളി എന്ന് പറയുന്ന പ്ലാന്റാണ്. ഈ പ്ലാന്റ് നോക്കിയാൽ കാണാം ഏതാണ്ട് ഒരു നല്ല മഞ്ഞ കളറിൽ വള്ളികൾ പോലെ മരങ്ങളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത അതിന് ലീഫില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ മരങ്ങൾ വളരുന്നതാണ് ലൊറാന്തസ് ഇത്തിൾ. ഇത്തിൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിന് ലീഫുണ്ട്, നല്ല ഗ്രീൻ ക്ലോറോഫിലസ് ആയിട്ടുള്ള ലീഫുമുണ്ട്. അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇത് രണ്ടും പാരസൈറ്റാണ്. ഒന്ന് കംപ്ലീറ്റ് പാരസൈറ്റാണ്. കസ്ക്യൂട്ട ഒരു ടോട്ടൽ സ്റ്റെം പാരസൈറ്റും ലൊറാന്തസ് ഒരു പാർഷ്യൽ സ്റ്റെം പാരസൈറ്റുമാണ്. അപ്പോൾ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, രണ്ടും സ്റ്റെം പാരസൈറ്റാണ്, ഹോസ്റ്റ് പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൻ്റെ സർഫസിൽ വളരുന്നതാണ്. എന്നാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, കസ്ക്യൂട്ട ഒരു ടോട്ടൽ സ്റ്റെം പാരസൈറ്റാണ്. എന്താ ഈ ടോട്ടൽ സ്റ്റെം പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ, കസ്ക്യൂട്ടയിൽ നിന്ന് പോകുന്ന ഹോസ്റ്റോറിയ അല്ലെങ്കിൽ പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷന് സഹായിക്കുന്ന റൂട്ട്, ഈ റൂട്ട് സ്റ്റെമ്മിലൂടെ പെനിട്രേറ്റ് ചെയ്ത് ഹോസ്റ്റ് പ്ലാന്റിൻ്റെ ഫ്ലോയത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഫ്ലോയത്തിലേക്ക് പോയാലുള്ള ഗുണം എന്താ നമുക്കറിയാം, ഫ്ലോയത്തിലൂടെ ഹോസ്റ്റ് പ്ലാന്റിൻ്റെ ഫുഡാണ് മൂവ് ചെയ്യുന്നത്, പ്രിപ്പയർഡ് ഫുഡാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് ഫുഡ് വലിച്ചെടുക്കുവാൻ ആർക്ക് കഴിയും? കസ്ക്യൂട്ടയ്ക്ക് കഴിയും. അപ്പോൾ കസ്ക്യൂട്ടയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് ഫോട്ടോസിന്തസിസ് നടത്തി ഫുഡ് ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല. സോ ദാറ്റ് ഈസ് എ ടോട്ടൽ സ്റ്റെം പാരസൈറ്റ്. അതേസമയത്ത് ലൊറാന്തസ് ഇത്തിളിനെ സംബന്ധിച്ചിടത്തോളം ചിത്രത്തിൽ കാണുന്ന ഇത്തിൾ നിങ്ങൾ നോക്കിയാൽ കാണാം, നല്ലൊരു സാധാരണ പ്ലാന്റിൻ്റെ പോലെ അതിന് ലീഫുണ്ട്. കാരണം ഈ ലൊറാന്തസിൻ്റെ ഹോസ്റ്റോറിയ പോകുന്നത് ഫ്ലോയത്തിലേക്കല്ല, ഹോസ്റ്റ് പ്ലാന്റിൻ്റെ സൈലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ സൈലത്തിലൂടെ വാട്ടർ ആൻഡ് മിനറൽസ് ആണ് ഒഴുകി പോകുന്നത്. ഈ വാട്ടർ ആൻഡ് മിനറൽസിനെ വലിച്ചെടുത്തതിന് ശേഷം ഈ പ്ലാന്റ് അതിൻ്റെ ലീഫ് ഉപയോഗിച്ച് അതിൻ്റെ ക്ലോറോഫിൽ ഉപയോഗിച്ച് സ്വന്തമായി ഫോട്ടോസിന്തസിസ് നടത്തി ഫുഡ് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും അത് ഹോസ്റ്റ് പ്ലാന്റിനെ ഫുഡിന് വേണ്ടി ആശ്രയിക്കുന്നില്ല. അപ്പോൾ അതാണ് കസ്ക്യൂട്ടയും ലൊറാന്തസും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ടോട്ടൽ സ്റ്റെം പാരസൈറ്റ്, മറ്റൊന്ന് പാർഷ്യൽ സ്റ്റെം പാരസൈറ്റ്. ഈ വ്യത്യാസം ഇവ തമ്മിലുണ്ട്. അപ്പോൾ പുസ്തകത്തിലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ക്ലോറോഫിൽ ഈസ് ആബ്സെന്റ് ഇൻ കസ്ക്യൂട്ട വൈ എന്ന്. ഉത്തരം പുസ്തകത്തിലില്ലെങ്കിലും ഇപ്പോൾ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി കാണും. കസ്ക്യൂട്ടയിൽ എന്തുകൊണ്ട് ക്ലോറോഫിൽ ഇല്ല എന്ന് ചോദിച്ചാൽ, കസ്ക്യൂട്ടയ്ക്ക് ഫോട്ടോസിന്തസിസ് നടത്തേണ്ട ആവശ്യതയില്ല. കാരണം ആൾറെഡി ഹോസ്റ്റ് പ്ലാന്റ് പ്രിപ്പയർ ചെയ്ത ഫുഡ് ആസ് സച്ച് ഇത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ലൊറാന്തസ് അങ്ങനെയല്ല, അതിന് ക്ലോറോഫിലുണ്ട്. കാരണം ഇറ്റ് ഹാസ് ടു പ്രിപ്പയർ ഫുഡ് ഫ്രം ദ ന്യൂട്രിയൻസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഹോസ്റ്റ് പ്ലാന്റ്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അഗെയിൻ പുസ്തകത്തിലേക്ക് വരുമ്പോൾ മറ്റ് ചില എക്സാമ്പിളിലേക്കാണ് വരുന്നത്. പുസ്തകം മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം കൊതുക്, ഫീമെയിൽ മൊസ്കിറ്റോ നമ്മുടെ ബ്ലഡ് കുടിക്കുന്ന മൊസ്കിറ്റോ ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ പാരസൈറ്റ്. വൈ? അനദർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മൊസ്കിറ്റോ, ഫീമെയിൽ മൊസ്കിറ്റോ ആണല്ലോ ചോര കുടിക്കുന്നത് നമുക്കറിയാം. അതേസമയത്ത് മെയിൽ മൊസ്കിറ്റോ ഉണ്ട്. മെയിൽ മൊസ്കിറ്റോ ചോര കുടിക്കാറില്ല, അത് സാധാരണ പ്ലാന്റ്സിൽ നിന്നും മറ്റുമുള്ള നീരൂറ്റി കുടിച്ചാണ് ജീവിക്കുന്നത്. രണ്ടും, ഫീമെയിൽ മൊസ്കിറ്റോ ആയാലും മെയിലായാലും രണ്ടും ആഹാരമായി ഉപയോഗിക്കുന്നത് പ്ലാന്റ്സിൻ്റെ ജ്യൂസാണ്, നീരാണ്. പക്ഷേ ഫീമെയിൽ മൊസ്കിറ്റോ മാത്രമാണ് ബ്ലഡ് കുടിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് കുടിക്കുന്ന മൂട്ടയെയും പേനിനെയും ഒക്കെ നമ്മൾ പാരസൈറ്റ് എന്ന് വിളിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് കൊതുകിനെ പാരസൈറ്റ് എന്ന് വിളിക്കുന്നില്ല? കാരണം ആ ജീവികൾ മുട്ടയും പേനുമൊക്കെ അത് ഫുഡായിട്ടാണ് ബ്ലഡ് കുടിക്കുന്നതെങ്കിൽ കൊതുകിനെ സംബന്ധിച്ചിടത്തോളം ഫീമെയിൽ മൊസ്കിറ്റോ മാത്രം, നോട്ട് ജനറലൈസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, മെയിലും ഫീമെയിലും ചെയ്യുന്നില്ല. അവിടെ മുട്ടയിലും പേനിലും ഒക്കെ മെയിലും ഫീമെയിലും ചോര കുടിക്കുന്നുണ്ട്, ഇവിടെ മെയിൽ കുടിക്കുന്നില്ല, ഫീമെയിൽ മാത്രമാണ്. എന്തിനാണ് ഫീമെയിൽ ചോര കുടിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചോരയിൽ നിന്നുള്ള ന്യൂട്രിയൻസ്, പ്രോട്ടീൻസ് അതിനാവശ്യമാണ്. എന്തിനെന്ന് ചോദിച്ചാൽ, അതിൻ്റെ റീപ്രൊഡക്ഷൻ്റെ ഭാഗമായി എഗ് യോക്ക് ഫോം ചെയ്യണമെങ്കിൽ ഈ ന്യൂട്രിയൻസ് നമ്മുടെ ബ്ലഡിൽ നിന്ന് അതിനാവശ്യമാണ്. അപ്പോൾ ചോര കുടിച്ചില്ലെങ്കിലും ഫീമെയിൽ മൊസ്കിറ്റോയ്ക്ക് ജീവിക്കാൻ പറ്റും. കാരണം അതിൻ്റെ ഫുഡ് ചോരയല്ല, പിന്നെയോ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് പ്രൊസീജിയറിനെ ആയിരിക്കും നെഗറ്റീവായിട്ട് ഇത് ചോരയുടെ അപര്യാപ്തത ബാധിക്കുന്നത്. അതുകൊണ്ടാണ്
ഫുഡായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടും മെയിലും ഫീമെയിലും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റാത്തത് കൊണ്ടുമാണ് ഫീമെയിൽ മൊസ്കിറ്റോയെ നമ്മൾ ഒരു പാരസൈറ്റായിട്ട് കൺസിഡർ ചെയ്യാത്തത്. സോ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ മാത്രം പുസ്തകത്തിലുണ്ട്, ആൻസർ ഇല്ലാത്തതുകൊണ്ട് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ പാരസൈറ്റിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പുസ്തകം അവതരിപ്പിക്കുന്ന മറ്റൊരു കൺസെപ്റ്റാണ് ബ്രൂഡ് പാരസൈറ്റിസം. ചിത്രത്തിൽ കാണുന്ന കുയില്, കാക്ക, ഇതിന് രണ്ടിനെയും നിങ്ങൾക്കറിയാം. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? കുയിലും കാക്കയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ഭാഗമായി ഈ പുസ്തകം പറയുന്ന ഒരു ടെക്നിക്കൽ ടേമാണ് ബ്രൂഡ് പാരസൈറ്റിസം. ബ്രൂഡ് പാരസൈറ്റിസം എന്ന് പറഞ്ഞാൽ കുയില് സ്വന്തമായി കൂടുണ്ടാക്കി മുട്ടയിട്ട് അതിന് അടയിരുന്ന് കുഞ്ഞിനെ വിരിയിക്കുന്നതിന് പകരം കുയിൽ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ മുട്ട അത് ഏതെങ്കിലും കാക്കയുടെ കൂട്ടിലാണ് മുട്ടയിടുന്നത്. കാക്കയുടെ മുട്ടയോടൊപ്പം കാക്ക കുയിലിൻ്റെ മുട്ടയും വിരിയിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം. ദിസ് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷനെയാണ് ബ്രൂഡ് പാരസൈറ്റിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു സംശയം ഉണ്ടാകും, കാക്ക ഈ മുട്ട തൻ്റെ അല്ല എന്ന്, കുയിലിൻ്റെ മുട്ടയാണ് എന്ന് തിരിച്ചറിയുന്നില്ലേ എന്ന്. ഇപ്പോൾ ഈ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കാക്കയുടെയും കുയിലിൻ്റെയും മുട്ട തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ മറ്റു ചില പക്ഷികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബ്രൂഡ് പാരസൈറ്റിസം കാണിക്കുന്ന മറ്റു ചില പക്ഷികളുണ്ട്. ഇവയിലൊക്കെ മുട്ടയിൽ തന്നെ ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ കോ എവല്യൂഷൻ നമ്മൾ പറഞ്ഞതുപോലെ മുട്ട തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇവോൾവ് ആയിട്ടുള്ള ചില പക്ഷികളുമുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ അല്ലെങ്കിൽ പോലും എന്തുകൊണ്ട് ഒരുപക്ഷെ തൻ്റേതല്ലാത്ത ഈ മുട്ടയെ, അല്ലെങ്കിൽ മുട്ട വിരിഞ്ഞ് ഒരു തെങ്ങിൻ്റെ മണ്ടയിലാണ് കാക്ക കുടി വെച്ചിരിക്കുന്നതെങ്കിൽ അവിടെ കാക്ക കുഞ്ഞുങ്ങളോടൊപ്പം മുട്ട വിരിഞ്ഞ് കുയിലിൻ്റെ മുട്ടയും വിരിഞ്ഞ് കുയിലിൻ്റെ കുഞ്ഞുണ്ടാകുമ്പോൾ എന്തുകൊണ്ടിത് ഇതിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കൊല്ലുന്നില്ല, മുട്ട നശിപ്പിക്കുന്നില്ല, തെങ്ങിന് മുകളിൽ നിന്ന് തള്ളി തറയിലിടുന്നില്ല എന്നൊരു ചോദ്യം പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണത്. പുസ്തകങ്ങളിലൊന്നും നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കാണുകയില്ല. പലയിടവും റെഫർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ചെറിയ ആൻസർ എന്ന് പറയുന്നത് ദർ ഇസ് ഹൈപ്പോത്തസിസ് കാൾഡ് മാഫിയ ഹൈപ്പോത്തസിസ്. മാഫിയ നിങ്ങൾക്കറിയാമല്ലോ, മാഫിയ ഗുണ്ടായിസമാണ്. ഈ മാഫിയ ഹൈപ്പോത്തസിസ് പറയുന്നത് ഒരു കൂട്ടിൽ കുയിലിൻ്റെയും കാക്കയുടെയും മുട്ട ഒരുമിച്ചിരിക്കുകയാണ് എങ്കിൽ ആദ്യം വിരിയുന്നത് കുയിലിൻ്റെ മുട്ടയായിരിക്കും. അപ്പോൾ കാക്ക ഒരുപക്ഷെ ഇത് തൻ്റേതല്ല എന്ന കാരണത്താൽ ആ കുഞ്ഞിനെ അവിടെ നിന്ന് കൊത്തി നശിപ്പിക്കുകയോ കൊല്ലുകയോ മറ്റോ ചെയ്താൽ കുയിലുകൾ കൂട്ടമായി കാക്കയുടെ കൂട് ആക്രമിക്കാനും അത് കാക്കയുടെ വിരിയാതിരിക്കുന്ന മുട്ടകൾക്ക് അല്ലെങ്കിൽ കാക്കയുടെ കുഞ്ഞുങ്ങൾക്ക് ദോഷകരമാവാനും സാധ്യതയുണ്ട് എന്ന ഭയം കൊണ്ടാവണം കാക്ക ഈ കുയിലിൻ്റെ മുട്ടയോ അല്ലെങ്കിൽ കുയിലിൻ്റെ കുഞ്ഞിനെയോ ഉപദ്രവിക്കാത്തത് എന്ന ഒരു ഹൈപ്പോത്തസിസ്. ദിസ് ഈസ് ഓൺലി ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഹൈപ്പോത്തസിസ് ബിക്കം തിയറി എപ്പോഴാണ്? പ്രൂവ് ചെയ്യപ്പെടുമ്പോൾ. ടെൻറ്റേറ്റീവ് സൊല്യൂഷൻസ് ആണ് ഹൈപ്പോത്തസിസുകൾ. അത് ഒരു അവസാന വാക്കല്ല, ഒരു സജസ്റ്റീവ് നേച്ചറുള്ള ചില സൊല്യൂഷൻസ് ആണത്. അപ്പോൾ ഒരുപക്ഷെ അത് പ്രൂവ് ചെയ്യപ്പെടേണ്ടതാണ്. എന്നിരുന്നാലും നമുക്ക് ഏറെക്കുറെ വിശ്വസിക്കാവുന്ന ഒരു ഹൈപ്പോത്തസിസ് ആണ് എന്ന് തോന്നുന്നതാണ് ഈ പറഞ്ഞ മാഫിയ ഹൈപ്പോത്തസിസ്. സോ ഇത്രയുമാണ് പാരസൈറ്റിസവുമായി ബന്ധപ്പെട്ടുള്ളത്. ഈ പാരസൈറ്റിസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് ആണ്. നേരത്തെ പറഞ്ഞ ഒരു 4-5 പോയിന്റ്സ് പറഞ്ഞു, അതിൽ 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. പിന്നെ ബ്രൂഡ് പാരസൈറ്റിസത്തിന് എക്സാമ്പിളായി കുയിൽ എന്നുള്ള എക്സാമ്പിളും ഓർത്ത് വയ്ക്കണം. സോ ദാറ്റ് ഈസ് ആൾ അബൌട്ട് പാരസൈറ്റിസം. അപ്പോൾ ഇന്ന് നമ്മൾ 2 ഇൻ്ററാക്ഷനുകളാണ് പഠിച്ചത്. ഒന്ന് കോമ്പറ്റീഷൻ, 2 പാരസൈറ്റിസം, തുടർന്ന് മ്യൂച്വലിസം, കമൻസലിസം തുടങ്ങിയ ഇൻ്ററാക്ഷനുകളെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. നന്ദി.